സിഹർ ബാധിച്ചവൻ്റെ മൂർദാവിൽ കൈവച്ചുകൊണ്ട് 101 തവണ ഈ ദിക്ർ ചൊല്ലി ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് 3 തവണ ഓതുക. മാരകമായ സിഹറുകൾ ബാധിച്ചവരിലും എത്ര വലിയ പഴക്കം ചെന്ന സിഹറാണെങ്കിലും അത് ബാത്തുലായി കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട അമലാണ് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലൂടെ നമ്മൾ പറയുന്നത്. വലിയ വലിയ മാരകമായ സിഹറുകൾ ബാധിച്ചവരിൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സിഹർ ബാധിച്ചപ്പോൾ 11 ആയത്തുകൾ ഓതിയപ്പോൾ 11 സിഹറിൻ്റെ കെട്ടുകൾ അഴിഞ്ഞതുപോലെ വലിയ വലിയ സിഹറുകൾ ബാധിച്ചവരിൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ്, ഈ 11 ആയത്തുകൾ, ഈ 3 സൂറത്തുകൾ 11 തവണ നമ്മൾ പാരായണം ചെയ്യുക. 3 സൂറത്തുകൾ 11 തവണ പാരായണം ചെയ്യുമ്പോൾ 11 ആയത്തുകൾ 11 തവണയാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. അത് ഒരു ചരടിൽ, ഒരു കറുപ്പ് ചരടിൽ നമ്മൾ മന്ത്രിക്കുക. ഈ സിഹർ ബാധിച്ചവനിൽ അത് കെട്ടിയിട്ട് ബിസ്മില്ലാഹി വബില്ലാഹി വമാഷാ അല്ലാഹ്, ബിസ്മില്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്, ഈ ദിക്റിനെ 101 തവണ നമ്മൾ ചൊല്ലുക. എന്നിട്ട് ഇവൻ്റെ മൂർദാവിൽ കൈവച്ച് ഇഷ്ഫി എന്ന് പറഞ്ഞുകൊണ്ട് ഓതുക. ഇങ്ങനെ സിഹറിൻ്റെ പഴക്കമനുസരിച്ച്, അതിൻ്റെ ഗൗരവം അനുസരിച്ച് ഇതിൻ്റെ ദിവസങ്ങളിൽ മാറ്റം വരും. 21 ദിവസം, 41 ദിവസം, 71 ദിവസം, ഇങ്ങനെയൊക്കെയാണ് സാധാരണഗതിയിൽ ഈ അമലിനെ നമ്മൾ ചെയ്യേണ്ടത്. അത് സിഹറിൻ്റെ ഇനവും അതുപോലെ തന്നെ സിഹറിൻ്റെ പഴക്കവും ഇതൊക്കെ അനുസരിച്ചാണ് ഇതിൻ്റെ ദിവസങ്ങളിലും അമലുകളുടെ എണ്ണത്തിലും വരുന്ന മാറ്റം. ഏതായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായി ഈ സിഹറുകൾ മാറ്റിത്തരുമാറാകട്ടെ. സിഹർ ബാധിച്ചവർക്ക് മാത്രമേ അതിൻ്റെ വിഷമം അറിയുകയുള്ളൂ. അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്നവർ മാത്രമേ ഈ അമലുകൾ ചെയ്യാനും തയ്യാറാവുകയുള്ളൂ. അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.